ഏഴാം ഘട്ട വോട്ടെടുപ്പ് അവസാനിക്കാൻ പോവുകയാണ്. ഇന്ന് ഏഴാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ച ശേഷം ഇന്ത്യ മുന്നണി ഡൽഹിയിൽ യോഗം ചേരുന്നു. മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം. പ്രധാനമായും ചർച്ചയാവാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ജൂൺ 4-ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് യോഗം ചേരുന്നത്. പക്ഷേ ആ യോഗത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പങ്കെടുക്കുന്നില്ല. അതിന് കാരണമായി പറയുന്നത് അവിടെ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ബംഗാളിലെ ചില മണ്ഡലങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അതിശക്തമായ ചൂടാണ്. അപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗികമായി കുറെ ജോലികൾ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ആ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതെന്നാണ് മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിനെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം, ദേശീയ തലത്തിൽ മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബംഗാളിൽ CPM-ഉം തൃണമൂലും സഖ്യത്തിനൊപ്പമില്ല. അപ്പോൾ ഈ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന് പിന്നിൽ മമത ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഇന്ത്യ സഖ്യം രൂപപ്പെടുന്നത് ഒരു അതിജീവന പ്രതിസന്ധിയുടെ മുമ്പിലാണ്. മമത വരാത്തതിന്റെ കാരണങ്ങൾ പലതായിരിക്കും. അവർ ബംഗാളിൽ മത്സരിക്കുന്നത് ഇന്ത്യ സഖ്യം എന്ന നിലയ്ക്കല്ലല്ലോ. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുമായി, പ്രത്യേകിച്ച് കോൺഗ്രസും CPM-ഉമായിട്ട് അവരുമായി ശരിയാവില്ല എന്നൊരു ക്യാമ്പയിൻ എടുത്തിട്ടാണ് അവർ അവിടെ മത്സരിക്കുന്നത്. അങ്ങനെ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോളിംഗ് പൂർത്തിയാകുന്നതിന് മുമ്പ് അതിനിടയിൽ ഡൽഹിയിൽ ഒരു മീറ്റിംഗ് ഈ കക്ഷികളുമായി പോയിരിക്കുക എന്നത് അതൊരു നല്ല മെസ്സേജ് ആവില്ല എന്നവർ വിചാരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് അവരുടെ കൂടെ ഇരിക്കുന്നത് വോട്ടർമാരെ കൺഫ്യൂസ് ചെയ്യിക്കുമെന്ന് വിചാരിച്ച് അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്, ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ബംഗാളിൽ ഇത്രയധികം സീറ്റുകളിൽ പോളിംഗ് നടക്കുമ്പോൾ അവരെ സംബന്ധിച്ച് നിർണായകമായ വോട്ടെടുപ്പാണ് നടക്കുന്നത്. അവരവിടെ ഉണ്ടാവുക എന്നുള്ളത് അതിലും പ്രധാന ഘടകമാണ്. മൂന്നാമതായി, മമതയ്ക്ക് ഇന്ത്യ സഖ്യത്തിൽ ലീഡർഷിപ്പിൽ ഒരു കണ്ണുണ്ട്. അവർക്ക് നല്ലതുപോലെ ഉണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവരവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് മാക്സിമം നമ്പർ അവരുടെ പാർട്ടിക്ക് നേടുക എന്നുള്ളതാണ്. ഈ മാക്സിമം നമ്പറുള്ള ഒരു പാർട്ടിയായി മാറിയാൽ മമതാ ബാനർജിക്ക് ഞാനാണ് ഇവിടെ ലീഡർഷിപ്പിൽ വരാൻ ക്വാളിഫൈ ആയ ആളെന്ന് അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മമതാ ബാനർജി എന്തുകൊണ്ട് വരുന്നില്ല എന്ന ചോദ്യത്തിന് ആ നിലയ്ക്കുള്ള പല ഉത്തരങ്ങൾ കണ്ടെടുക്കാനായിട്ട് പറ്റും. BJP സർക്കാർ പ്രാദേശിക കക്ഷികളെ മുഴുവൻ അവസാനിപ്പിക്കാനും അവിടേക്കെല്ലാം BJPയുടെ പടർച്ച ഉറപ്പാക്കാനും ഒരൊറ്റ പാർട്ടി, ഒരൊറ്റ ഭരണം, ഒരൊറ്റ നേതാവെന്ന സിദ്ധാന്തത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, BJP കേന്ദ്ര ഭരണത്തിലുള്ളപ്പോൾ അവർക്കൊപ്പം നിൽക്കാത്ത കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഞെരുക്കുകയും അവരുടെ സാമ്പത്തിക ഫണ്ട് ഫ്ലോ അടക്കം പിടിച്ചു വെച്ച് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന അപകടകരമായ ഒരു കളി കളിച്ചുകൊണ്ട് തുടങ്ങിയിരിക്കുന്നു. ഇനി BJP-യുമായിട്ട് കോംപ്രമൈസിനുള്ള സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ് മമതാ ബാനർജിയും കോൺഗ്രസും ഒരുമിച്ച് ഒരു വേദിയിൽ ഇരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസും ഒരുമിച്ച് ഒരു വേദിയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് കേവലമായ അധികാരമോഹത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു സംഗതിയല്ല, മറിച്ച് അതിജീവനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. മമതാ ബാനർജിയെ സംബന്ധിച്ച് അവരുടെ കുടുംബക്കാരെയും അടുപ്പക്കാരെയും മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഏജൻസികൾ. അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇവിടെ. മാത്രമല്ല, അവർ കോംപ്രമൈസ് ചെയ്താൽ ആ സംസ്ഥാനത്തേക്ക് ഇരച്ചു കയറി വരാൻ പോകുന്നത് BJP ആയിരിക്കും. കോൺഗ്രസും CPM-ഉം അവിടെ ദുർബലമായ സ്ഥിതിയിലാണ്. BJP-യാണ് മെയിൻ ഓപ്പോണന്റ്. അപ്പോൾ BJP-യോട് ധാരണയിലായാൽ സംഭവിക്കാൻ പോകുന്നത് ശിവസേനയ്ക്ക് സംഭവിച്ചതായിരിക്കും. ഫൈനലി അവരെ വിഴുങ്ങുക എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.